ഗുരുവായൂർ ദേവസ്വം പാഞ്ചജന്യം അനക്സ് റെസ്റ്റ് ഹൌസ് ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നിർമ്മാണം പൂർത്തിയായ 10 ആനത്തറികളുടെ സമർപ്പണവും ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നവീകരിച്ച മൈതാന സമർപ്പണവും ക്ഷേത്രത്തിലെ പുതിയ ദീപവിതാന സംവിധാനത്തിന്റെ സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയ ദേവസ്വം ഭരണസമിതിയെ അഭിനന്ദിക്കുന്നതായി മന്ത്രി പറഞ്ഞു. ആ നിർദ്ദേശമനുസരിച്ച് കൂടുതൽ തീരുമാനമെടുത്ത് ഒരു ഏജൻസി ഇപ്പോൾ നിയോഗിച്ചു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നാം പുതിയ നാഷണൽ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് വരുമ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കുന്ന 10 ഇനങ്ങൾക്ക് സമയബന്ധിതമായി ദർശനം നടത്തി പോകാൻ കഴിയുന്ന സാഹചര്യം സംജാതമാണ്. ഇന്ന് പലപ്പോഴും സമയബന്ധിതമായി ദർശനം പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ആ സാഹചര്യങ്ങൾ പലപ്പോഴും 10 ഇനങ്ങൾക്ക് വിഷമങ്ങൾ സൃഷ്ടിക്കുന്നു. അത് പരിഹരിക്കാൻ ഇനിയും നമുക്ക് പശ്ചാത്തല സൗകര്യങ്ങൾ വിപുലീകരിച്ച് പുതിയ മാസ്റ്റർ പ്ലാനിനെ ആസ്പദമാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി നടന്നെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയൂ. അത് പൂർത്തീകരിക്കപ്പെടാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് സമയബന്ധിതമായി ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്നും മാസ്റ്റർ പ്ലാനിൽ വിഭാവനം ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയക്രമം പാലിച്ച് പൂർത്തിയാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി.സി. ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ.ബി. അരുൺകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എൻ.കെ. അക്ബർ എം.എൽ.എ, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം. കൃഷ്ണദാസ്, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ കെ.പി. വിശ്വനാഥൻ, സി. മനോജ് എന്നിവർ സംസാരിച്ചു.